ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ദീർഘവർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ക്രിസ്തീയ ജീവിതം ഇന്നും വളർച്ച പ്രാപിക്കാത്തതിൽ മനോദുഃഖം അനുഭവിക്കുന്നവരുണ്ട്. അവർ ദൈവവചനം പഠിക്കുകയും ക്രിസ്തീയ കൂട്ടായ്മയിലും ആരാധനയിലും സംബന്ധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും പരാജയങ്ങൾ വിട്ടുമാറുന്നില്ല. ജീവിതത്തിൽ അംഗീകരിച്ച ലക്ഷ്യവും പ്രായോഗിക ജീവിതവും തമ്മിൽ പൊരുത്തപ്പെടാത്തതാണ് ഈ മനോദുഃഖത്തിൻ്റെ കാരണം. ദൈവസംസർഗം ആഗ്രഹിക്കുകയും അതോടൊപ്പം പാപവഴിയിലെ രസം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതിനാലാണ് പരിതാപകരമായ ഈ അവസ്ഥ വന്നു ചേരുവാൻ ഇടയാകുന്നത്. സ്വന്തം ജീവിതത്തെ വിശുദ്ധമാക്കാതെ ദൈവസാന്നിധ്യത്തിൻ്റെ സമാധാനം കൂടെ നേടണമെന്ന് ആഗ്രഹിച്ചാൽ അസാധ്യമാണ്. രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും കഴിയില്ലെന്ന് കർത്താവ് പറഞ്ഞത് ഈ സത്യം വ്യക്തമാക്കുവാനാണ്. രണ്ട് വഞ്ചകളിൽ കാൽവെച്ച് യാത്ര ചെയ്യുന്നതിന് തുല്യമാണത്. വെള്ളവും തീയും ഒരുമിച്ച് സൂക്ഷിക്കാൻ ശ്രമിക്കുന്നതുപോലെ അസാധ്യമാണ് ദൈവത്തെയും പാപത്തെയും പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്. അനേകം ക്രിസ്ത്യാനികളുടെ ജീവിതം ശക്തിഹീനവും പ്രയോജനരഹിതവുമാകുന്നതിൻ്റെ രഹസ്യം ഇതാണ്. ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ തീരുമാനമെടുത്തവരെ പരിശുദ്ധാത്മാവ് ഒരിക്കലും പൂർണ്ണമായി വിട്ടുപോകയില്ല. മനസാക്ഷിയിലൂടെ ആത്മാവ് പ്രേരണ തന്നുകൊണ്ടിരിക്കും. വികാരങ്ങളുടെ വേലിയേറ്റത്തിൽപ്പെട്ട് മനസാക്ഷിക്ക് വിപരീതമായി പ്രവർത്തിച്ചാൽ ആയുഷ്കാലം മുഴുവൻ നമുക്ക് നരകം സൃഷ്ടിക്കേണ്ടി വരും. ഒരു തീരുമാനത്തിലും എത്താതെ ജീവിച്ചാൽ ഒടുവിൽ പശ്ചാത്തപിക്കേണ്ടി വരും. രഹസ്യമായി നാം പരിരക്ഷിക്കുന്ന പാപവഴികളെ ഉപേക്ഷിച്ചാൽ സ്വർഗത്തിൻ്റെ വാതിൽ നമുക്കായി തുറക്കപ്പെടുന്ന അനുഭവം ലഭിക്കും. ജീവിത വിശുദ്ധി ദൈവത്തിൽ നിന്നല്ലാതെ ലഭിക്കുകയില്ല. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6:24. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒന്നുപോലെ സേവിപ്പാൻ കഴിയില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.